റീസ് റെപ്രസെൻറ്റേഷൻ തിയറത്തിലെ റെപ്രസെൻറ്ററിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് പ്രൂഫാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഓൾറെഡി നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എക്സിസ്റ്റൻസും യുണീക്ക്നെസ്സും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഒരു ഓൾട്ടർനേറ്റ് പ്രൂഫാണ്, സെക്കൻഡ് പ്രൂഫാണ് പറയാൻ പോകുന്നത്. ലെറ്റ്സ് collection U alpha be an orthonormal basis for H. ഇതിന്റെ എക്സിസ്റ്റൻസ് ഒക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. H ഒരു ഹിൽബർട്ട് സ്പേസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് ഒരു ഓർത്തോനോർമൽ ബേസിസ് എടുക്കാവുന്നതാണ്. അങ്ങനെ കളക്ഷൻ യു ആൽഫ എന്ന് പറയുന്നത് എച്ചിന്റെ ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണെന്നിരിക്കട്ടെ. ദെൻ നമ്മൾ മുമ്പ് പഠിച്ചതാണ് കളക്ഷൻ ഓഫ് ഓൾ യു ആൽഫ സച്ച് ദാറ്റ് എഫ് ഓഫ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0 is a countable set. Collection of all u alpha such that f of u alpha not equal to 0 എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ സെറ്റ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. സോ ലെറ്റ് ഇറ്റ് ബി ഈക്വൽ ടു കൗണ്ടബിൾ ആവുമ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്യാമല്ലോ. u1 u2 എക്സെട്ര. ഓൾസോ മുമ്പ് പഠിച്ച ഒരു ലെമ്മയിൽ നിന്നും സമ്മേഷൻ ഓവർ n മോഡുലസ് ഓഫ് എഫ് ഓഫ് യു എൻ ദ ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ പ്രീവിയസ് പാർട്ടിൽ പഠിച്ചതാണ്. u1 u2 എക്സെട്ര എന്ന് പറയുന്ന ആ കൗണ്ടബിൾ സെറ്റ് വെച്ചുകൊണ്ട് summation over n modulus f of u n the whole square less than or equal to norm of f square ആയിരിക്കുമെന്ന്. And norm of f square is finite. So this implies summation over n mod f of u n the whole square is convergent. Now consider the series summation over n f of u n bar into u n. Consider this series summation over n f of u n conjugate into u n. നമ്മൾ നേരത്തെ റീസ് ഫിഷർ തിയറം ഹിൽബർട്ട് സ്പേസിൽ പഠിച്ചതാ. സമ്മേഷൻ ഓവർ n kn into u n കൺവേർജന്റ് ആണെങ്കിൽ കൺവേർജന്റ് ആകുന്നതിനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷനാണ് സമ്മേഷൻ ഓവർ n മോഡ് കെ എൻ സ്ക്വയർ കൺവേർജന്റ് ആവുക എന്നുള്ളത്, ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുക എന്നുള്ളത്. നമ്മൾ റീസ് ഫിഷർ തിയറം ഹിൽബർട്ട് സ്പേസിൽ പഠിച്ചതാണ്. റീസ് ഫിഷർ തിയറം അനുസരിച്ച് സമ്മേഷൻ ഓവർ എൻ മോഡ് കെ എൻ സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ സമ്മേഷൻ ഓവർ എൻ കെ എൻ യു എൻ എന്ന് പറയുന്ന സീരീസ് കൺവേർജന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സീരീസ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എൻ എഫ് ഓഫ് യു എൻ ബാർ ഇൻറ്റു യു എൻ എന്നാണ്. ഇവിടെ കെ എൻ ആയിട്ട് വന്നേക്കുന്നത് എഫ് ഓഫ് യു എൻ ബാർ ആണ്. അപ്പോൾ സമ്മേഷൻ ഓവർ എൻ മോഡ് കെ എൻ സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എൻ മോഡ് എഫ് ഓഫ് യു എൻ കോൺജുഗേറ്റ് സ്ക്വയർ എന്നാണ്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസും അതിന്റെ കോൺജുഗേറ്റിന്റെ മോഡുലസും സെയിം ആണ്. സോ ദിസ് ഈസ് സെയിം ആസ് സമ്മേഷൻ ഓവർ എൻ മോഡുലസ് എഫ് ഓഫ് യു എൻ സ്ക്വയർ. ഓൾറെഡി നമ്മൾ മുകളിൽ പ്രൂവ് ചെയ്തു ദിസ് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇവിടെ പ്രൂവ് ചെയ്ത് വെച്ച് കഴിഞ്ഞു അത് കൺവേർജന്റ് ആണെന്നുള്ളത്. അപ്പോൾ സമ്മേഷൻ ഓവർ എൻ മോഡ് കെ എൻ സ്ക്വയർ ഫൈനൈറ്റ് ആണെന്ന് കാണുന്നു. അങ്ങനെയെങ്കിൽ സമ്മേഷൻ ഓവർ എൻ കെ എൻ യു എൻ കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം the summation over n f of un bar into un is
കൺവേർജന്റ് ബൈ റീസ്-ഫിഷർ തിയറം. റീസ്-ഫിഷർ തിയറം പ്രകാരം സമ്മേഷൻ ഓവർ n f of un bar into un is convergent. റീസ്-ഫിഷർ തിയറം പ്രകാരം ഒരു സീരീസ് കൺവേർജന്റ് ആണോ എന്ന് അറിയാൻ, ഈ ടൈപ്പിലുള്ള ഒരു സീരീസ് കൺവേർജന്റ് ആണോ എന്ന് അറിയാൻ അവിടെ വന്നേക്കുന്ന സ്കേലാർസിന്റെ മോഡുലസിന്റെ സ്ക്വയറുകളുടെ സമ്മ് അത് കൺവേർജന്റ് ആണോ നോക്കിയാൽ മതി. അത് കൺവേർജന്റ് ആണെന്ന് ഇവിടെ മുകളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റീസ്-ഫിഷർ തിയറം അനുസരിച്ച് this implies summation over n f of un bar into un is convergent. അപ്പോൾ ഇതിനൊരു ഫൈനൈറ്റ് സം ഉണ്ടായിരിക്കും. ആ ഫൈനൈറ്റ് സമ്മിനെ ഞാൻ y എന്ന് വിളിക്കുന്നു. അതാണ് നമ്മുടെ റെപ്രസെന്റർ ആയിട്ട് വരാൻ പോകുന്നത്. എഫിന്റെ റെപ്രസെന്റർ ആയിട്ട് കിട്ടാൻ പോകുന്ന ആളതാണ്. ലെറ്റ് y ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n f of un bar into un. സമ്മേഷൻ ഓവർ n f of un bar into un എന്ന് പറയുന്നത് കൺവേർജന്റ് ഇൻ എച്ച് ആണ്. എച്ചിൽ കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ എച്ചിനകത്ത് y എന്നൊരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യും. there exists some y element of h such that this sum is equal to y. So let y is equal to summation over n f of un bar into un. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f of x is equal to, ഈ y റെപ്രസെന്റർ ആണെന്ന് പറയണമെങ്കിൽ f of x is equal to inner product xy for all x element of h എന്ന് കൂടി പ്രൂവ് ചെയ്യണം. any x element of h എടുത്തിട്ട് f of x is equal to inner product xy എന്ന് പ്രൂവ് ചെയ്യണം for any x in h. So to prove that, നമ്മുടെ അടുത്ത ലക്ഷ്യം ഇതാണ്. to prove that f of x equals inner product xy for all x element of h. അതിന് x ഫിക്സ് ചെയ്യുന്നു. let x element of h let collection of all u alpha such that inner product x u alpha not equal to 0. ഇതും ഒരു കൗണ്ടബിൾ സെറ്റ് ആണെന്ന് മുമ്പ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് സ്പേസിൽ ഇന്നർ പ്രോഡക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. കളക്ഷൻ ഓഫ് ഓൾ യു ആൽഫ സച്ച് ദാറ്റ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0 ഇസ് എ കൗണ്ടബിൾ സെറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ലെറ്റ് ദിസ് ഈസ് ഈക്വൽ ടു സെറ്റ് v1. ഇതിനെ u1 u2 നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓൾറെഡി വേറൊരെണ്ണം നമ്മൾ u1 u2 എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് വേറെ പേര് കൊടുക്കുന്നു, v1 v2 എക്സെട്ര. അങ്ങനെയെങ്കിൽ ഫോറിയർ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സിന് ഒരു എക്സ്പാൻഷൻ കൊടുക്കാം. അത് നമ്മൾ പഠിച്ചതാണ് ഹിൽബർട്ട് സ്പേസിൽ. then x is equal to summation over n inner product x un into un എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ un അല്ല, v1 v2 എക്സെട്ര. അപ്പൊ നമുക്ക് ഇതിന്റെ ജനറൽ ആയിട്ട് vm എന്ന് വിളിക്കാം. സോ സമ്മേഷൻ ഓവർ m എന്ന് എഴുതാം. സമ്മേഷൻ ഓവർ m ഇന്നർ പ്രോഡക്റ്റ് x vm into vm. നമ്മൾ ഫോറിയർ എക്സ്പാൻഷൻ നേരത്തെ പഠിച്ചതാണ്. കളക്ഷൻ ഓഫ് ഓൾ യു ആൽഫ സച്ച് ദാറ്റ് ഇന്നർ പ്രോഡക്റ്റ് എക്സ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സെറ്റ് u1 u2 എക്സെട്ര ആണെങ്കിൽ എക്സ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം സമ്മേഷൻ ഓവർ n ഇന്നർ പ്രോഡക്റ്റ് എക്സ് യു എൻ ഇൻറ്റു യു എൻ. ഇവിടെ നമ്മൾ v1 v2 എന്ന് എടുത്തേക്കുന്നത് കൊണ്ട് അതിനനുസരിച്ച് മാറ്റി എഴുതിയേക്കുന്നു. then x is equal to, then by ഫോറിയർ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് by ഫോറിയർ എക്സ്പാൻഷൻ we can write x is equal to summation over m inner product x vm into vm. ഓൾറെഡി നമ്മുടെ എയിം മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. f of x is equal to inner product x y എന്ന് പ്രൂവ് ചെയ്യണം. y എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് y. ഈ y ഉപയോഗിച്ചുകൊണ്ട് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈയും എഫ് ഓഫ് എക്സും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ നൗ കൺസിഡർ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതാണ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സമ്മേഷൻ ഓവർ എം ഇന്നർ പ്രോഡക്റ്റ് എക്സ് വി എം എന്ന സ്കെയിലാർ ഇൻറ്റു വി എം എന്ന വെക്റ്റർ. എഫ് ലീനിയർ ഫങ്ഷണൽ ആണ്.
അപ്പോൾ നമുക്ക് സമ്മേഷനകത്തോട്ട് എഫിനെ കൊണ്ടുപോകാം, സ്കെയിലാറും പുറത്തേക്ക് എടുക്കാം, സമ്മേഷനും സ്കെയിലാറും പുറത്തേക്ക് എടുക്കാം ലിനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട്, എഫിന്റെ ലിനിയാരിറ്റി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഇതിനെ സമ്മേഷൻ ഓവർ എം ഇന്നർ പ്രോഡക്റ്റ് എക്സ് വി എം ഇൻറ്റു എഫ് ഓഫ് വി എം എന്ന് എഴുതാം. എഫ് അകത്തോട്ട് കൊണ്ടുപോയി വെക്ടറിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് എഫ് ഓഫ് എക്സ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന അതിന്റെ ലെഫ്റ്റ് സൈഡ് എഫ് ഓഫ് എക്സ് ആയി ഇപ്പൊ കണ്ടുവച്ചത്. ഇനി റൈറ്റ് സൈഡ് കണ്ടു നോക്കാം. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് സമ്മേഷൻ ഓവർ എം ഇന്നർ പ്രോഡക്റ്റ് എക്സ് വി എം ഇൻറ്റു വി എം കോമ വൈ. ഇന്നർ പ്രോഡക്റ്റ് ഫസ്റ്റ് വേരിയബിളിൽ ലീനിയർ ആണ്. ഈ ഫസ്റ്റ് വേരിയബിളിലെ സമ്മേഷനും സ്കെയിലാറും പുറത്തേക്ക് എടുക്കാം. സമ്മേഷൻ ഓവർ എം ഇന്നർ പ്രോഡക്റ്റ് എക്സ് വി എം അത്രയും പുറത്തേക്ക് പോകുന്നു. ബാക്കി പിന്നെ നമുക്ക് ഈ ഇന്നർ പ്രോഡക്റ്റിനകത്ത് പിന്നെ ബാക്കിയുള്ളത് വി എമ്മും വൈയുമാണ്. ഇന്നർ പ്രോഡക്റ്റ് വി എം കോമ വൈ, ഇന്നർ പ്രോഡക്റ്റ് വി എം കോമ വൈ. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സും ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈയും ഇത് രണ്ടും ഈക്വൽ എന്ന് കിട്ടാൻ ഈ രണ്ട് സമ്മുകളും ഈക്വൽ എന്ന് കിട്ടിയാൽ മതി. അത് നോക്കുക, ഇത് സമ്മേഷൻ ഓവർ എം ഇന്നർ പ്രോഡക്റ്റ് എക്സ് വി എം ഇൻറ്റു എഫ് ഓഫ് വി എം എന്ന. ഇവിടെ അതേപോലെയാണ് ഇന്നർ പ്രോഡക്റ്റ് സമ്മേഷൻ ഓവർ എം ഇന്നർ പ്രോഡക്റ്റ് എക്സ് വി എം അത്രയും മുകളിലത്തെ പോലെ തന്നെ ഇൻറ്റു വി എം വി വൈ, ഇന്നർ പ്രോഡക്റ്റ് വി എം കോമ വൈ എന്ന. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകുന്നതിന് ഈ എഫ് ഓഫ് വി എം എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് വി എം കോമ വൈക്ക് തുല്യമാണെന്ന് കാണിച്ചാൽ മതി. എഫ് ഓഫ് വി എമ്മും ഇന്നർ പ്രോഡക്റ്റ് വി എം വൈയും ഈക്വൽ ആയാൽ ഈ റൈറ്റ് സൈഡുകൾ രണ്ടും ഈക്വൽ ആകും. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡുകളും ഈക്വൽ എന്ന് പറയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ എന്ന് പറയാം. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1 and this be equation 2. Next we have to show that result കിട്ടാൻ ഇതൂടെ മതി. We have to show that f of vm equals inner product vm comma y for each m. അതായത് എഫ് ഓഫ് വി വൺ ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വി വൺ വൈ ആകണം, എഫ് ഓഫ് വി ടു ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് വി ടു വൈ ആകണം, ആൻഡ് സോ ഓൺ. അതിനുവേണ്ടി ഒരു എം ഫിക്സ് ചെയ്യുന്നു. ഫിക്സ് എം. എം ഫിക്സ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമുക്ക് എഫ് ഓഫ് വി എമ്മും ഇന്നർ പ്രോഡക്റ്റ് വി എം വൈയും ഈക്വൽ ആണെന്ന് കാണിക്കണം. അതിനാദ്യം നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് വി എം വൈ എന്താന്ന് നോക്കാം. നൗ കൺസിഡർ ഇന്നർ പ്രോഡക്റ്റ് വി എം വൈ. ഇതിലേക്ക് വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓൾറെഡി നമ്മൾ വൈ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വൈ കണ്ടുവച്ചിട്ടുണ്ട്. വൈ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എൻ എഫ് ഓഫ് യു എൻ ബാർ ഇൻറ്റു യു എൻ എന്ന അതിവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇന്നർ പ്രോഡക്റ്റ് വി എം കോമ ഇന്നർ പ്രോഡക്റ്റ് വി എം കോമ സമ്മേഷൻ ഓവർ എൻ എഫ് ഓഫ് യു എൻ f of u n conjugate into u n. This is equal to second variable inner product second variable conjugate linear. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് വേരിയബിളിൽ നിന്നും സമ്മേഷൻ പുറത്തേക്ക് എടുക്കാം, സ്കെയിലാർ അതിന്റെ കോൺജുഗേറ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് സമ്മേഷൻ ഓവർ എൻ എഫ് ഓഫ് യു എൻ ബാറിന്റെ കോൺജുഗേറ്റ് എഫ് ഓഫ് യു എൻ എന്നാകും. എഫ് ഓഫ് യു എൻ ഇൻറ്റു അപ്പോൾ ഇത്രയും പുറത്തേക്ക് പോന്നു. ബാക്കി ഇന്നർ പ്രോഡക്റ്റ് വി എം ഫസ്റ്റ് വേരിയബിളിൽ വി എം കോമ സെക്കൻഡ് വേരിയബിളിൽ പിന്നെ ബാക്കി യു എൻ എന്നാണ്. വി എം കോമ യു എൻ.
ഇനി ഇവിടെ നമുക്ക് രണ്ട് കേസ് ഉണ്ട്. നമുക്ക് ഈ കളക്ഷൻ യു ആൽഫയിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന രണ്ട് കൗണ്ടബിൾ സെറ്റുകളാണ് സെറ്റ് U1 U2 എക്സെട്ര എന്ന് പറയുന്നതും, അതേപോലെ തന്നെ കളക്ഷൻ V1 V2 എക്സെട്ര എന്ന് പറയുന്നതും. ഈ രണ്ട് കളക്ഷനും യു ആൽഫയിലെ മെമ്പേഴ്സ് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പൊ ചിലപ്പം ഈ സെറ്റ് U1 U2 എക്സെട്രയിൽ ഉള്ളവർ ചിലപ്പോൾ സെറ്റ് V1 V2 എക്സെട്രയ്ക്കകത്തും വരാം, ചിലർ കോമൺ ആയിട്ട് വരാം. അപ്പൊ ഇവിടെ നമ്മൾ ഈ സമ്മേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് n വേരി ചെയ്യിച്ചിട്ട് m ഫിക്സ് ചെയ്തേക്കുവാണ്. ഈ സമ്മേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വായിക്കുന്നത് f ഓഫ് U1 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് Vm U1 പ്ലസ് f ഓഫ് U2 ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് Vm U2 പ്ലസ് എക്സെട്ര. അങ്ങനെ UN-ലെ n വേരി ചെയ്യുന്നതിനനുസരിച്ച് U1 U2 U3 എക്സെട്ര എന്ന് പോകും. ഈ സെറ്റിലെ എല്ലാവരും വരും ഓരോരോ ടൈമിലായിട്ട്. അങ്ങനെ U1 U2 എക്സെട്ര ഇവരിൽ ആരെങ്കിലും ഈ Vm-നോട് ഈക്വൽ ആണെങ്കിൽ, Vm ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്, U1 U2 എക്സെട്രയിലെ ആരെങ്കിലും Vm-നോട് ഈക്വൽ ആണെങ്കിൽ ആ ഇന്നർ പ്രോഡക്റ്റ് 1 ആകും. കളക്ഷൻ യു ആൽഫ എന്ന് പറയുന്നത് ഓർത്തോനോർമൽ സെറ്റാ. Vm-ഉം ഏതെങ്കിലും UN-ഉം ഈക്വൽ ആണെങ്കിൽ ആ ഇന്നർ പ്രോഡക്റ്റിന്റെ വാല്യൂ 1 ആകും. അല്ലാത്തിടത്തെല്ലാം ഇന്നർ പ്രോഡക്റ്റിന്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഇത് ഓർത്തോനോർമൽ സെറ്റിലെ മെമ്പേഴ്സാ. ഓർത്തോനോർമൽ സെറ്റിലെ ഡിസ്റ്റിങ്ക്റ്റ് ആളുകളുടെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. Vm-ഉം UN-ഉം ഈക്വൽ അല്ലെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിരിക്കും. Vm-ഉം UN-ഉം ഈക്വൽ ആകുന്നുണ്ടെങ്കിൽ ഇന്നർ പ്രോഡക്റ്റ് 1 ആയിരിക്കും. അപ്പോൾ ഇത് ചിലപ്പോൾ ഏതെങ്കിലും UN Vm-നോട് ഈക്വൽ ആവാം. രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന്, ചിലപ്പോൾ എല്ലാ UN-കളും Vm-ൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആവാം. നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന Vm-ൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആവാം U1 U2 U3 എക്സെട്ര എല്ലാവരും. അതൊരു കേസ്. ഇനി U1 U2 എക്സെട്രയിൽ ഏതെങ്കിലും ഒരാളിനോട് ഈക്വൽ ആകാം ഈ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന Vm. അത് മറ്റൊരു കേസ്. അത് രണ്ട് കേസായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. if Vm ഈക്വൽസ് UN നോട്ട് for some n നോട്ട്, U1 U2 U3 എക്സെട്രയിലെ ഏതെങ്കിലും ഒരെണ്ണത്തിനോട് ഈക്വൽ ആണെന്നിരിക്കട്ടെ, ആ ഈക്വൽ ആകുന്ന ആള് UN നോട്ട് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇഫ് Vm is equal to UN നോട്ട്, then എന്ത് സംഭവിക്കും? ഇന്നർ പ്രോഡക്റ്റിന് ഇന്നർ പ്രോഡക്റ്റ് Vm y എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ n f ഓഫ് UN ഇൻറ്റു Vm UN എന്ന, അത് എക്സ്പാൻഡ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞു ഇന്നർ പ്രോഡക്റ്റ് Vm UN-ൽ ഇവർ രണ്ടും ഈക്വൽ ആകുന്നിടത്ത് മാത്രമേ 1 വരൂ, ബാക്കി എല്ലാം 0 ആയി പോകും. അപ്പൊ ഈ സമ്മിനകത്ത് ഒരു ടൈം മാത്രം നിൽക്കും. Vm-ഉം UN-ഉം ഈക്വൽ ആകുന്ന ടൈം മാത്രം. അത് n ഈക്വൽസ് n നോട്ട് ആകുമ്പോഴാണ്. n-നെ വേരി ചെയ്യിക്കുമ്പോൾ n-ന്റെ വില n നോട്ടിൽ എത്തുമ്പോൾ ആ ടൈം മാത്രം അവിടെ നിൽക്കും, ബാക്കി എല്ലാവരും 0 ആയി പോകും. അപ്പൊ എങ്ങനെ കിട്ടും അത്? f ഓഫ്, പിന്നെ സമ്മേഷൻ ഇല്ല, f ഓഫ് UN നോട്ട് ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് Vm UN നോട്ട് എന്ന് പറയുന്ന ടൈം മാത്രം അവിടെ നിൽക്കും, ബാക്കി എല്ലാം 0 ആയി പോയി. ഇതിലെ ഇന്നർ പ്രോഡക്റ്റ് Vm UN നോട്ട് എന്ന് പറയുന്നത് 1 ആകും. അപ്പൊ ദിസ് ഈസ് f ഓഫ് UN നോട്ട് ഇൻറ്റു 1 എന്നാകും. അപ്പോൾ അത് f ഓഫ് UN നോട്ട് എന്നാകും. is equal to f of UN naught എന്നാകും, which is equal to f of Vm. UN naught ഉം Vm ഉം ഈക്വൽ ആകുന്ന കേസാണ് നമ്മൾ ഈ പറയുന്നത്. Vm is equal to UN naught for some n naught-ന്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഈ സം എന്ന് പറയുന്നത് f of UN naught ആയിട്ട് മാറും, which is equal to f of Vm. നമ്മുടെ ലക്ഷ്യം നമ്മൾ എഴുതിയിരുന്നു, we have to show that f of Vm is equal to inner product Vmy എന്നുള്ളതാണ്. ഇവിടെ അതാ കിട്ടിയത്. ഇന്നർ പ്രോഡക്റ്റ്, ഈ കേസിൽ ഇന്നർ പ്രോഡക്റ്റ് Vmy എന്ന് പറയുന്നത് f of Vm-ന് ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പം നമ്മുടെ ഇക്വേഷൻസ് 1 ഉം 2 ഉം അനുസരിച്ച് റൈറ്റ് സൈഡുകൾ ഈക്വൽ ആകും. റൈറ്റ് സൈഡുകൾ ഈക്വൽ ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡുകൾ ഈക്വൽ ആകും. f of x ഈക്വൽസ് ഇന്നർ പ്രോഡക്റ്റ് xy എന്ന് കിട്ടും. പക്ഷെ പ്രൂഫ് കഴിഞ്ഞിട്ടില്ല, ഇത് ഒരു കേസേ ആയിട്ടുള്ളൂ. ഇഫ് Vm ഈക്വൽസ് UN നോട്ട് എന്ന കേസേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ കേസും പരിഗണിക്കണം. ഇഫ് Vm is not equal to UN for all n, എല്ലാ UN-കളിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണ് നമ്മുടെ Vm എങ്കിൽ Vm U1-നോട് ഈക്വൽ അല്ല, U2-നോട് ഈക്വൽ അല്ല, U3-യോട് ഈക്വൽ അല്ല, ഒരു UN-നോട് ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ ഈ സം കംപ്ലീറ്റ്ലി 0 ആയി പോകും. ഈ ഇന്നർ പ്രോഡക്റ്റുകളെല്ലാം 0 ആയി പോകും. ഇന്നർ പ്രോഡക്റ്റ് Vm U1 0 ആകും, ഇന്നർ പ്രോഡക്റ്റ് Vm U2 0 ആകും,
ആൻഡ് സോ ഓൺ. എല്ലാവരും 0 ആയി പോകും, കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. കളക്ഷൻ യു ആൽഫയ്ക്കകത്തെ രണ്ട് വ്യത്യസ്ത ആളുകളാണ് വി എമ്മും യു എന്നും. അപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡ് 0 ആയി പോകും. സോ ദെൻ ഈ കേസിൽ ഇന്നർ പ്രോഡക്റ്റ് വി എം വൈ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആകും. നമുക്ക് കിട്ടേണ്ടത് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വി എം എന്നാ കിട്ടേണ്ടത്. അപ്പൊ എഫ് ഓഫ് വി എമ്മും ഈ കേസിൽ 0 ആവണം. നോക്കാം. ആൻഡ് ഈ കേസിൽ എഫ് ഓഫ് വി എമ്മും 0 ആണോ എന്ന് നോക്കണം, എങ്കിലേ രണ്ടുപേരും ഈക്വൽ ആകത്തുള്ളൂ. എഫ് ഓഫ് വി എം എന്താന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വി എം ഒരു യു എന്നിനോട് ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ വി എം ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സെറ്റ് u1 u2 എക്സെട്ര. ഈ സെറ്റിനകത്തുള്ള ആളല്ല നമ്മളുടെ വി എം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഈ u1 u2 എക്സെട്ര എങ്ങനെയാ ഉണ്ടാക്കിയത് നോക്കിയേ. u1 u2 എക്സെട്ര എന്ന് പറയുന്ന കൗണ്ടബിൾ സെറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാ? u1 u2 എക്സെട്രയിലുള്ളവരുടെ പ്രത്യേകത എഫ് ഓഫ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആകുന്നവരുടെ കളക്ഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് u1 നോട്ട് ഈക്വൽ ടു 0 എഫ് ഓഫ് u2 നോട്ട് ഈക്വൽ ടു 0 അങ്ങനെ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന എഫ് ഓഫ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന എല്ലാ യു ആൽഫകളും ഇതിനകത്തുണ്ട്. അപ്പൊ ഇതിലില്ലാത്ത ഒരാളെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇപ്പൊ പറഞ്ഞ വി എം ഇതിലില്ലെന്നാ പറഞ്ഞത്, ഇതിലില്ലാത്ത ഒരു യു ആൽഫയുടെ എഫ് ഓഫ് യു ആൽഫ 0 ആയേ പറ്റൂ. എഫ് ഓഫ് യു ആൽഫ നോട്ട് ഈക്വൽ ടു 0 ആകുന്നവരെല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഒരു യു ആൽഫ ഇതിനകത്ത് ഇല്ലെങ്കിൽ ആ യു ആൽഫയുടെ എഫ് വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ വി എം ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ വി എമ്മും യു ആൽഫകളുടെ കൂട്ടത്തിലുള്ളവരാണ്. കളക്ഷൻ യു ആൽഫയ്ക്കകത്തിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുന്നവരാ v1 v2 എക്സെട്ര. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന വി എം കളക്ഷൻ യു ആൽഫയിലെ ഒരാളാണ്. പക്ഷെ ഇതിനകത്ത് ഇല്ല എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ട്രൂ. എഫ് ഓഫ് വി എം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വി എം എന്ന് പറയുന്നത് നോട്ട് ആൻ എലമെന്റ് ഓഫ് u1 u2 എക്സെട്ര ആയതുകൊണ്ട് സെറ്റ് u1 u2 എക്സെട്ര എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നോക്കിയാൽ, അതിന്റെ ഡെഫിനിഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം എഫ് ഓഫ് വി എം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആയേ പറ്റൂ. ഇത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഉറപ്പായും വി എം എന്ന് പറയുന്ന ഈ സെറ്റിനകത്ത് വന്നേ പറ്റൂ. അപ്പോൾ എഫ് ഓഫ് വി എം എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയി. എഫ് ഓഫ് വി എം എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0 ആയി. So this implies inner product VMY is equal to 0 is equal to f of vm. So in both the cases, ഈ രണ്ട് കേസിലും രണ്ട് പോസിബിലിറ്റി ഉള്ളത്. ഈ രണ്ട് കേസിലും നമുക്ക് എന്ത് കിട്ടി? ഇന്നർ പ്രോഡക്റ്റ് VMY is equal to f of vm എന്ന് കിട്ടി. In either case we have inner product Vm comma y equals f of vm. Therefore from 1 and 2 നോക്കിയാൽ 1 ന്റെ 2 ന്റെ റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണ് നമുക്ക് മനസ്സിലാക്കാം. എഫ് ഓഫ് വി എമ്മും ഇന്നർ പ്രോഡക്റ്റ് വി എം വൈയും ഈക്വൽ ആണ് ഫോർ എവരി എം. ഏത് എം എടുത്താലും ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ദിസ് റൈറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇക്വേഷൻ 1 ന്റെ 2 ന്റെ റൈറ്റ് സൈഡുകൾ ഈക്വൽ ആണ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡുകൾ ഈക്വൽ ആവും. നമുക്ക് പറയാം ഫ്രം 1 and 2 f of x is equal to inner product x y and it is true for all x element of h. അപ്പോൾ y യുടെ എക്സിസ്റ്റൻസിന്റെ സെക്കൻഡ് പ്രൂഫായി. യുണീക്ക്നെസ് നേരത്തെ പ്രൂവ് ചെയ്തത് പോലെ തന്നെ ഫസ്റ്റ് പ്രൂഫിനകത്തിൽ എങ്ങനെയാണോ യുണീക്ക്നെസ് നമ്മൾ പ്രൂവ് ചെയ്തത് അത് തന്നെ ഇവിടെയും കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ രണ്ട് പ്രൂഫിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്ന് നമ്മൾ ഓർത്തോനോർമൽ സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൂഫ് എഴുതിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ പ്രൂഫിൽ ഓർത്തോനോർമൽ സെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രൂഫ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ രണ്ട് പ്രൂഫാണ് റീസ് റെപ്രസെന്റേഷൻ തിയറത്തിന് ഉള്ളത്. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് ഇത്രയും മാത്രം എഴുതിയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൂഫ് കൊടുത്താലും മതിയാവും. ഈ രണ്ട് കേസും കൂടെ ചേർത്താണ് ടെക്സ്റ്റ് ബുക്കിലെ പ്രൂഫ് പറഞ്ഞിരിക്കുന്നത്.